ശിവാനിയുടെ വാക്കിംഗ് സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം. ശരിക്ക് ഒന്ന് നിവർന്ന് നിന്നിട്ട് കൈയൊക്കെ ഡീസന്റായി പിടിച്ച് ലൈറ്റായി പുഞ്ചിരിച്ച് ഓരോരോ ചുവട് വെച്ച് പതിയെ നടക്കണം. ഇങ്ങനെയാണ് നടക്കേണ്ടത്. ഇതാണ് ശിവാനിയുടെ വാക്കിംഗ് സ്റ്റൈൽ. കണ്ടല്ലോ അല്ലേ? ഹലോ, ഞാനതൊക്കെ കാണിക്കുന്നതേ നീ കാണാൻ വേണ്ടിയിട്ടാ. നീ ഇവിടെ പൂട്ടിയിട്ടോണ്ട് നിൽക്കാണോ ആ സമയത്ത്? എടാ പക്രു, ഇവൻ എനിക്ക് അഭിനയം പറഞ്ഞു തരാണല്ലോ. ഈ ശൈലു അഭിനയിക്കുന്ന കണ്ടാലേ നാട്ടിലുള്ള ആമ്പിളരൊക്കെ എന്റെ പിറകെ തന്നെ അങ്ങ് വരും. അങ്ങനെയുള്ള എന്റെ അടുത്ത് പോ, ഞാൻ ചെയ്ത് കാണിക്കാം. ശരി. കണ്ട കണ്ട കണ്ട, ശൈലു എന്നാ സ്റ്റൈൽ, സ്റ്റൈൽ എന്നാ ശൈലു. എന്താ ചെയ്യാ ഞാനാണ് ദിഗ്വിജയൻ. ഈ സ്വത്തുക്കളെല്ലാം എന്റെ പേരിൽ തന്നെയാണ്. എന്നിട്ടും ഞാനാണ് ദിഗ്വിജയൻ എന്ന് ആരെയും ബോധിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയും. എന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ എന്റെ അനിയൻ ധനഞ്ജയന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവന്റെ രൂപത്തിലുള്ള ഞാൻ പ്രതിഫലം എടുക്കാന്ന് വെച്ചാ ആ ലോയർ ആണെങ്കിൽ എന്തൊക്കെയോ വിളിച്ചു പറയാ. അങ്ങനെയാണെങ്കിൽ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ പേരിലേക്ക് എഴുതാലോ. അനിയന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആ ലോയർ സമ്മതിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ അയാൾ സമ്മതിക്കുമോ? നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? അത് തന്നെ ഞാൻ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. ഒരു ഭാഗത്ത് ഈ വീട്ടിലെ സ്വത്തുക്കൾ മുഴുവൻ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റിയാൽ പിന്നെ എനിക്കൊരു വിലയുണ്ടാവില്ല. ദിഗ്വിജയ, തൽക്കാലം നമുക്കിപ്പോൾ ലോയർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയാലോ? അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? ഈ വീട്ടിലെ വളർത്തുനായ പോലും ഈ സ്വത്തുക്കൾ ആരുടെയൊക്കെ പേരിലാണോ അത് കണ്ടിട്ടാ വാലാട്ടുന്നേ. ഈ വീട്ടിലുള്ള ആളുകൾക്ക് മുന്നിലെല്ലാം ഞാൻ ദിഗ്വിജയനല്ല. അതുകൊണ്ട് ഈ കാണുന്ന സ്വത്തും പണവും എല്ലാം ആരുടെ പേരിൽ മാത്രമാണ് ഉള്ളത് അവർക്കേ വിലയുണ്ടാവും. അതിന് മറ്റൊരാളെ കണ്ടുപിടിക്കണം. അയാൾ എന്നെ എതിർക്കുന്നവനുമായിരിക്കരുത്. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നവനുമായിരിക്കണം. അത് മാത്രമല്ല, അയാൾക്ക് ഇങ്ങനെയുള്ള ഈ സ്വത്തിലും പണത്തിലും യാതൊരു ആർത്തിയും ഉണ്ടാകാനും പാടില്ല. ഞങ്ങൾക്ക് സ്വത്തിനോടും സമ്പത്തിനോടും ഒരു ആർത്തിയുമില്ല ദിഗ്വിജയ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല. നീ എങ്ങനെയെങ്കിലും അവന്റെ മനസ്സ് മാറ്റിച്ച് ഞാനുമായിട്ടുള്ള കല്യാണം നടത്തിയാൽ പിന്നെ നിനക്കൊന്നും പേടിക്കേണ്ടതില്ല. ഞാൻ ഈ വീട്ടിലെ മരുമകളാകും. ഈ സ്വത്തെല്ലാം പിന്നെ എന്റെ പേരിലേക്കാവും. നിന്റെ മകൻ എന്റെ കൈപ്പിടിയിലാവും. പിന്നെ അവൻ എന്നെ വിട്ടു പോകാനാവില്ല. അത് ശരിയാണത്. നീ പറയുന്നത് ഒരു തരത്തിൽ നല്ല കാര്യം തന്നെയാ. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. നടക്കുന്നത് എന്തായാലും ശരിയാവും തോന്നുന്നില്ല. ഡയലോഗെങ്കിലും പറയട്ടെ. എങ്ങനെ പറയും നോക്കാം. ഇവിടെ നോക്ക്, ഞാനിപ്പോ ഡയലോഗ് പറഞ്ഞുതരാം. ശിവാനി പറയുന്നത് പോലെ പറയണം. മനസ്സിലായില്ലേ? സിമ്പിൾ. ഇതെന്റെ വീടല്ല, നമ്മുടെ വീടാണ്. ഈ വീട്ടിൽ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം. ഓക്കെ ആണോ? ഇതാണ് ഡയലോഗ്. ഇത് തന്നെ ഇത്രയും സീരിയസ് ആയിട്ട് പറയണം. ഇത് എന്റെ വീടല്ല, നമ്മുടെ വീടാണ്. ഇവിടെ എന്ത് ഡിസിഷൻ എടുക്കാനാണെങ്കിലും ഈ ശൈലുവിന്റെ പെർമിഷൻ വേണം. എന്താന്ന് വെച്ചാലേ എന്റെ റേഞ്ച് അതാ. ഡയലോഗൊക്കെ നന്നായിരുന്നു. എന്നാലേ നീ ശിവാനിയെ പോലെ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ ശൈലുവിനെ പോലല്ലേ ചെയ്യുന്നേ? ഏയ് സീറോ. അതായത് സ്ക്രിപ്റ്റ് ശൈലു ഫോളോ ചെയ്യാറില്ല. വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ശൈലുവിനെ ഫോളോ ചെയ്തോട്ടെ. കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. നോക്കുമോളെ, ഇത് റിയാലിറ്റി ഷോയാണ്. അല്ല നീ ചെയ്യുന്ന ലോക്കൽ നാടകമൊന്നുമല്ല. ഇവിടെ എന്ത് ചെയ്താലും അതിനൊരു റിയാലിറ്റി ഉണ്ടാവണം. ഒന്നും മര്യാദയ്ക്ക് ചെയ്യില്ല. ഏത് സമയത്ത് വിളിച്ചോണ്ട് വരാൻ തോന്നി എനിക്ക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ശരിക്കും ആക്ടർ തന്നെയാണോ? നീ എവിടുത്തെ ഡയറക്ടറാടാ? എന്നോട് ഈ ശൈലുവിനെ നോക്കി ആക്ടർ ആണോ എന്ന് ചോദിക്കുന്നോ? മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്കണം. ഓഹോ, നിനക്ക് മര്യാദ തരണമല്ലേ? മര്യാദ. 2 ഡയലോഗ് ശരിക്കും പറയാൻ പോലും അറിഞ്ഞൂടെ. ആക്ടർ ആണെന്ന് ഒരു ബോർഡും തൂക്കി നടക്കുന്ന നിന്നോടൊക്കെ ഞാനെങ്കിൽ മര്യാദയും കൂടി കാണിക്കണമല്ലോ. അയ്യോ, എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ പ്രൊഫഷൻ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ
എനിക്ക് നല്ല ദേഷ്യം വരും പറഞ്ഞേക്കാം. നിനക്ക് എന്ത് ദേഷ്യം വരാനടി? ദേഷ്യം വരേണ്ടത് എനിക്കല്ലേ? ഇതുപോലൊരു വലിയ ഷോയെ ചെയ്യാൻ പോകുന്നത്. ഇത്രയും വലിയൊരു ഷോയ്ക്ക് നിന്നെ പോലെ ഒരു ലോക്കൽ ആർട്ടിസ്റ്റിനല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. മുന്നിൽ നിൽക്കുന്നത് എന്ത് വലിയ ആർട്ടിസ്റ്റാന്ന് നോക്കിയേ. അവളും അവിടെ ഒരു ലോക്കൽ ട്രൂപ്പും. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? കൂട്ടിക്കിട്ട് വന്ന് ചാൻസ് തരുന്നുണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? യോഗ്യതയെ പറ്റി നീ സംസാരിക്കണ്ട. ഞങ്ങളെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? പിന്നെന്താ സാറേ, 2 ഡയലോഗ് ഒന്ന് മര്യാദയ്ക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വിളിക്ക്. ഏയ് എന്താ എന്റെ അമ്മാവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് കേട്ടല്ലോ. നോക്ക്, നീ വേണമെങ്കിലേ എന്നെ എന്തെങ്കിലും പറഞ്ഞോ, ഞാനത് സഹിച്ചോളാം. പക്ഷെ എന്റെ അമ്മാവനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, തല വെട്ടിക്കളഞ്ഞിട്ടേ കുഴിച്ചു മൂടിക്കളയും ഞാൻ. അമ്മാവാ, എന്നിവൻ വളരെയധികം അപമാനിച്ചു കഴിഞ്ഞു. പാക്കപ്പ്. ശിവനി ഒന്ന് വിട്ടേ എന്നെ. ഈ സ്റ്റൈല് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാലേ എന്റെ വീട്ടിലെ പട്ടി പോലും നിങ്ങൾ പറയുന്നത് കേക്കില്ല. ശിവാനി എന്താടാ ഇത്? പറയൂ നന്ദീശ. ഗുരുക്കൾ എന്നോട് പച്ചക്കള്ള പറഞ്ഞത്. തെറ്റിയെന്നോ? എനിക്ക് തെറ്റുക അസംഭവ്യം. അല്ല ഗുരുക്കളെ, ഞാൻ പറഞ്ഞത് സത്യമാ. അവൻ വീട്ടിലുണ്ടെന്നല്ലേ ഗുരുക്കൾ എന്നോട് പറഞ്ഞത്. ഞാൻ വീട് മൊത്തം അരിച്ചു പറക്കി, അവനെ ഒരിടത്തും കണ്ടില്ല. അതിനർത്ഥം അവൻ വീട്ടിലില്ലെന്നല്ലേ ഗുരുക്കളെ? അഞ്ജനാദേവി ഒരിക്കലും തെറ്റായി ഒന്ന് കാണിച്ചു തരില്ല. ഞാൻ തെറ്റായി പറയുക, അതും സംഭവിക്കില്ല. ഗുരുക്കളെ, അവൻ എന്റെ മോനാ. നിന്റെ കൺമുന്നിൽ ഞാൻ കാട്ടിത്തന്നില്ലേ, എന്നിട്ടും നിനക്ക് വിശ്വാസമായില്ല അല്ലേ? തായി ജ്വാലമാലിനി, തായി അഞ്ജനാദേവി, ഇവന്റെ സംശയങ്ങൾ അകറ്റിക്കൊടുക്കൂ. കണ്ണു തുറന്നു നോക്കൂ. നിന്റെ മകനെ വീട്ടിൽ തന്നെ കാണുന്നില്ലേ? ഗുരുക്കളെ, എന്റെ ഭാര്യ കള്ളം പറയാൻ കാരണം എന്താ? എന്ത് കാരണമോ, പക്ഷേ നിന്റെ മകൻ വീട്ടിൽ തന്നെ ഇല്ലേ? സുരക്ഷിതനായില്ലേ? വിശ്വാസമായോ? ആയി ഗുരുക്കളെ, പക്ഷേ എന്റെ ഭാര്യ എന്തിനാ വിവരം മറച്ചു വെച്ചത്? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? എന്ത് കാരണവുമാകാം, അതെനിക്കറിയില്ല. നീ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് എന്റെ ശക്തികൾ ഞാൻ പ്രയോജനപ്പെടുത്തിയത്. എനിക്കിപ്പോഴാണ് സമാധാനമായത്. നീ വന്നപ്പോൾ എന്റെ മുഖത്ത് ഭയമുണ്ടായിരുന്നില്ലേ? ഞാൻ നടത്തിയ പൂജകൾ ഫലം കണ്ടില്ല. എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നതിന്റെ മുൻസൂചനകളാണിതെല്ലാം. അങ്ങ് പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ എന്താ കാരണം? മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നത് ഒന്നു മാത്രം, മഹാപ്രളയത്തിന് മുൻപുള്ള മഹാമൗനമാണിതെന്ന്. മരിച്ചവരും തോറ്റവരും പുനർജനിക്കുമെന്ന സൂചന. സമസ്യകൾ ഏത് ദിക്കിൽ നിന്നും വരുമെന്ന് ഉറപ്പ്. ഇല്ലമ്മേ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ ശിവാനിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ ദൈവം ശിവാനി എന്റേതാണെന്ന് എഴുതി വെച്ചതാണെന്നാ തോന്നുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ശിവാനി ഇനി വരില്ലല്ലോ. ശിവാനിയെ പോലെ അവൻ വേറൊരാൾക്കും കഴിയേയില്ല. ശരിയാ മോനെ, നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ആ ശൈലുവിനെ ശിവാനിയാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്താ ഇതൊക്കെ? എന്താ ഇങ്ങനെയൊക്കെ? എന്റെ എല്ലാ ശ്രമങ്ങളും പാഴായി പോയിക്കൊണ്ടിരിക്കുക. എന്റെ ജീവിതം തന്നെ ആകെ മാറിപ്പോയില്ലേ അമ്മേ? ആദ്യം ശിവാനിയെ നഷ്ടപ്പെടുത്തി, പിന്നീട് ശൈലുവിനെ ശിവാനിയാണെന്ന് കരുതി. പിന്നെ എനിക്ക് മനസ്സിലായി, അവൾക്കൊരിക്കലും ശിവാനി അവൻ കഴിയില്ലെന്ന്. എന്തെങ്കിലും പറഞ്ഞ് അവളെ സമ്മതിപ്പിച്ച് അവൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് എന്റെ ലക്ഷ്യങ്ങളെല്ലാം നടത്താമെന്നും കരുതിയിരുന്നു. ശിവാനിയുടെ മരണത്തിന് ആരൊക്കെയാണോ കാരണക്കാർ, അവരെയെല്ലാം കണ്ടുപിടിച്ച് എല്ലാവരോടും പക തീർക്കാമെന്ന് കരുതി ഞാൻ. എന്നാൽ ഒന്നിനും കഴിയുന്നില്ലല്ലോ അമ്മേ. എല്ലാം പ്രതീക്ഷയ്ക്ക് വിപരീതമാ. അമ്മേ, എന്റെ ശിവാനി വീണ്ടും തിരിച്ചു വരില്ല അമ്മേ. എന്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു. ശരിക്കും ദൈവമെന്നൊന്നുണ്ടെങ്കിൽ അവള് വരുമായിരിക്കുമല്ലേ? തൃശൂൽ,
ശിവാനി, നമ്മളെ മരണത്തിന് പോലും അകറ്റാൻ കഴിയില്ലെന്ന് എത്ര തവണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ എനിക്കെങ്ങനെ നിന്നെ വിട്ടു പോകാൻ കഴിയുന്നത്? നീ ശരിക്കും എന്റെ ശിവാനി തന്നെയാണോ? ഞാൻ ജീവനോടെ ഉള്ളപ്പോ വേറെ ആരെയോ കാണിച്ചിട്ട് അവളാണ് ശിവാനി എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് തൃശൂൽ? എന്നെ മറന്നിട്ട് മറ്റൊരാളെ ഞാനാണെന്ന് വിശ്വസിച്ച് നിനക്ക് സ്നേഹിക്കാൻ കഴിയോ തൃശൂൽ? ഒരു മനസ്സും രണ്ട് ശരീരവും എന്ന് പറഞ്ഞ അത് നമ്മൾ രണ്ടുപേരുവാ, ശിവാനിയും തൃശൂലും. എന്താ തൃശൂൽ, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ മറന്നുപോയോ നീ? ഇത്രയും ദിവസം നിന്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞെന്ന് വെച്ച് നിന്റെ മനസ്സിൽ നിന്നും ഞാൻ മാഞ്ഞു പോയോ? നീ ശരിക്കും ശിവാനിയാണോ? ഇനി നിനക്കെന്നെ വിശ്വാസമായില്ലേ? ശിവാനിയാണ് ഞാൻ, നിന്റെ മാത്രം ശിവാനിയാണ് തൃശൂൽ. ശിവാനി, നീ വന്നല്ലോ ശിവാനി, വീണ്ടും വന്നല്ലോ. എനിക്കറിയായിരുന്നു നീ എന്നെ വിട്ട് പോവില്ല, വീണ്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു. പ്ലീസ് ശിവാനി, എന്നെ വിട്ട് നീ ഇനി എവിടേക്കും പോവരുത്. ഒന്നും മതി നിന്റെ അഭിനയം. എന്താ മോനെ, എന്താണ് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നല്ലോ? അവന്റെ ഒരു ശിവാനിയും കീവാനിയും. ആരോ എനിക്ക് പെർഫോം ചെയ്യാൻ അറിയില്ലെന്നൊക്കെ പറഞ്ഞല്ലോ. ഞെട്ടിപ്പോയല്ലേ? റിയാലിറ്റി ഷോ ആണ്, റിയൽ ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇതാ ഈ ശൈലുവിന്റെ സ്റ്റൈലും ശൈലുവിന്റെ റേഞ്ചും. എന്റെ റൂമിലേക്ക് ഒരു ജ്യൂസ് കൊണ്ടുവാ. ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ലോയർ രമാകാന്ത് വിളിച്ചിരുന്നു. ഏട്ടൻ അവരെ വിളിച്ച് എന്തോ സംസാരിച്ചു അത്രേ. അല്ല, ദിവസം അവൻ വന്നതെന്ന് നോക്കിയിരിക്കുന്ന നമ്മളല്ലേ? അവൻ ഫോൺ ചെയ്യുന്നതോ ലോയർക്ക്. അവൻ എവിടെയാണെന്നോ എന്തു ചെയ്യാണെന്നോ ഒരു രൂപമില്ല. എന്നിട്ട് ലോയർക്കാണോ ഫോൺ ചെയ്യുന്നേ? അതിന്റെ കാര്യം എന്താ? അത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ റൈറ്റ്സും GPay ചെയ്യാൻ പറഞ്ഞത്രേ. അല്ല, അതിന്റെ ആവശ്യം എന്തായിരുന്നു? അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. ഏട്ടനെല്ലാം ലോയറോടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവൻ സംസാരിച്ചത്? ലോയർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ സ്വത്തുക്കളെല്ലാം ശിവാനിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്. അയ്യോ, അവളിപ്പോ ജീവിച്ചിരിപ്പില്ലല്ലോ. ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്നവരെ എന്റെ കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ സ്വത്തുക്കളൊക്കെ മരിച്ചവരുടെ പേരിലേക്ക് എഴുതേണ്ടി വരും. പിന്നീട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാം. അതല്ല, വീട്ടിലേക്കൊരു ഫോൺ പോലും ചെയ്യാതെ ലോയറുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നു. അതും ശിവാനിയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി വെക്കാൻ. ശിവാനിയുടെ പേരിൽ എഴുതി വെക്കാൻ അതിനവള് ജീവിച്ചിരിപ്പില്ലല്ലോ. അല്ല മോളെ ദമയന്തി, ശിവാനി മരിച്ചുപോയ കാര്യം അവൻ അറിയാവോ എന്തോ? ഏട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നിൽ തക്കതായ ഒരു കാരണവും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ വേഗം തൃശൂരിനെ വിളിച്ചു വരുത്തി ഏട്ടന്റെ ഈ തീരുമാനത്തെ പറ്റി അവനെ അറിയിക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം അവൻ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കൊള്ളാമല്ലോ അവനെ തിരിച്ചു കൊണ്ടുവരാൻ.
പറ്റിയ ഉപായം തന്നെ. അതിരിക്കട്ടെ, ഈ വിഷയം നമ്മൾ അവനോട് എങ്ങനെ പറയും? അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല. തൃശൂൽ, നിന്നെ ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എവിടെയായിരുന്നു നീ? തൃശൂൽ മോനെ തൃശൂർ, നീ എവിടെ ആയിരുന്നടാ? എത്ര ദിവസമായി നിന്നെ ഒന്ന് കണ്ടിട്ട്. സമാധാനമായി, നീ വന്നല്ലോ. തൃശൂർ, നീ കൃത്യസമയത്താ വന്നത്. നിന്റെ അച്ഛൻ വക്കീലിനെ വിളിച്ചിരുന്നു എന്ന് ചെറിയച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യമാണ്. ലോയർ പറഞ്ഞത് ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ തൃശൂർ. നമ്മളെല്ലാവരും എന്ത് സന്തോഷത്തിലാ ഇവിടെ. പക്ഷെ ശിവാനി മാത്രമില്ല. ശിവാനി ഇല്ല. നമ്മളൊക്കെ ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുമ്പോ ശിവാനി ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ശിവാനി ഇവിടെ ഉണ്ട്. അയ്യോ, ഇവന്റെ തലയെ പറ്റിയ പരിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അല്ല മരുമോനെ, ഇല്ലാത്ത ഒരാളെ ഉണ്ടെന്നും പറഞ്ഞ് നടന്നിട്ട് എന്തിനാ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നേ? അതെ തൃശൂർ, ഇനി എത്ര കാലം എന്ന് വെച്ചാ ഈ മരിച്ചുപോയവരുടെ ഓർമ്മയിൽ ജീവിക്കുക. ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാ എന്റെ ശിവാനി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഓ, ഇവന്റെ അസുഖത്തിന് ഒരു കുറവുമില്ല. ഏയ് അല്ല മോനെ. ശിവാനി, ഇതെങ്ങനെ സംഭവിക്കാനാ? ശിവാനിയെ ചുട്ടുകരിച്ച സ്ഥലം ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ ഭാര്യ ശിവാനി. അമ്മേ, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഈ വീട്ടിലെ മരുമകള് വാതിൽക്കൽ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? തൃശൂൽ, ശിവാനി മരിച്ചുപോയെന്നല്ലേ നീ പറഞ്ഞത്? അവളുടെ മരണം നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ഇവളാരാ? അല്ല മോനെ തൃശൂൽ, അവള് ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നത് നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് കണ്ടതല്ലേ? അപ്പൊ തന്നെ അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ ജീവനോടെ വന്നത് ഇതെന്ത് കഥയാ? നന്ദേശ, നീ തന്നെയല്ലേ അവളെ ചുട്ടുകരിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുപോയത്? അവിടെ അവൾ കത്തിക്കരിഞ്ഞു പോയതല്ലേ? പിന്നെ ഇവളേതാ?